കാർഷിക വാർത്തകൾ. ഇന്ത്യയിലെ കശുവണ്ടി ഉപയോഗം ഉയരുന്നു. ആഭ്യന്തര ആവശ്യം ഉയരുന്നതിനൊപ്പം കശുവണ്ടി സംസ്കരണം ഉയർത്തണമെന്ന് ഓൾ ഇന്ത്യ കശുവണ്ടി അസോസിയേഷൻ ആവശ്യപ്പെട്ടു. 2045 ആകുമ്പോഴേക്കും ഇന്ത്യൻ കശുവണ്ടി ഉപഭോഗം ഇരട്ടിയിലധികം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ ഓൾ ഇന്ത്യ കശുവണ്ടി അസോസിയേഷൻ ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിന് ഇന്ത്യ നിലവിലുള്ള 2 മെട്രിക് ടണ്ണിൽ നിന്നും കുറഞ്ഞത് 4 മെട്രിക് ടൺ സംസ്കരിക്കേണ്ടതുണ്ടെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. മംഗളൂരിൽ നടന്ന കശുവണ്ടി സംസ്കരണത്തിന്റെ 100ാം വാർഷികാഘോഷമായ കാജു സെന്റിനൽ സമ്മിറ്റ് 2025 ഈ കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ കശുവണ്ടി സംസ്കരണത്തിനുള്ള നേട്ടം ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്നുള്ള കശുവണ്ടി ശേഖരിക്കാൻ കഴിയുമെന്നതാണെന്നും ഇത് അപകട സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. കിഴക്കു പടിഞ്ഞാറൻ ആഫ്രിക്ക, കംബോഡിയ തുടങ്ങിയ ഉത്ഭവ സ്ഥലങ്ങളിൽ കശുവണ്ടി സംസ്കരണത്തിന് നേട്ടങ്ങളും സംഘടന വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആഭ്യന്തര മത്സ്യബന്ധനത്തിന് ആശ്വാസം. യൂറോപ്യൻ യൂണിയൻ, റഷ്യ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കുള്ള ചെമ്മീൻ കയറ്റുമതി ഇന്ത്യ വർദ്ധിപ്പിക്കും. റഷ്യ, യൂറോപ്യൻ യൂണിയൻ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇന്ത്യ വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഉയർന്ന US തീരുവകൾ മൂലം ബുദ്ധിമുട്ടുന്ന ആഭ്യന്തര മത്സ്യബന്ധന മേഖലയ്ക്ക് ഇത് വലിയ ആശ്വാസമാകുമെന്ന് ഉറപ്പാണ്. ഈ വിപണികളിലെ പാരമ്പര്യ പ്രശ്നങ്ങൾ സർക്കാർ പരിഹരിച്ചിട്ടുണ്ടെന്നും ഇത് മത്സ്യബന്ധന മേഖലയ്ക്ക് കയറ്റുമതി വികസിപ്പിക്കാൻ സഹായിക്കുമെന്നുമാണ് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറയുന്നത്. കൂടുതൽ കയറ്റുമതി വിപണികൾ തിരിച്ചറിയുന്നതിനും വ്യാപാര തടസ്സങ്ങൾ വിലയിരുത്തുന്നതിനും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സീഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുമായി അടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഗോയൽ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ പരിഹരിച്ചതിനെ തുടർന്നാണ് 9 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി തുറന്നുകൊടുത്തിരിക്കുന്നത്. ഇതോടെ 102 മത്സ്യബന്ധന സ്ഥാപനങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതി ലഭിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുട്ടനാടൻ വൈക്കോലിന് ഡിമാൻഡ് ഉയർന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആവശ്യക്കാര് ഏറെയാണ്. കാലാവസ്ഥ അനുകൂലമായതോടെ കുട്ടനാടൻ വൈക്കോലിന് ഡിമാൻഡ് ഉയരുന്നു. ഇതര സംസ്ഥാനത്തു നിന്നുപോലും കുട്ടനാടൻ വൈക്കോൽ ശേഖരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലേക്കും തെക്കൻ ജില്ലകളിലേക്കുമാണ് വൈക്കോൽ ഇപ്പോൾ കൂടുതലായി കയറിപ്പോകുന്നത്. കേരളത്തിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലേക്കാണ് കുട്ടനാടൻ വൈക്കോലിന് കൂടുതലായി ആവശ്യക്കാരുള്ളത്. അടുത്ത കൃഷി ഇറക്കാൻ വൈക്കോൽ തീയിട്ട് നശിപ്പിക്കുന്നതായിരുന്നു സാധാരണ ചെയ്തുവരുന്നത്. ഒരു കെട്ട് വൈക്കോൽ പാടശേഖരങ്ങളിൽ നിന്ന് ശേഖരിച്ച് റോളാക്കി നൽകുന്നതിന് 45 മുതൽ 50 രൂപ വരെയാണ് ട്രാക്ടർ ഉടമകൾ വാങ്ങുന്നത്. കെട്ടിന്റെ വലിപ്പമനുസരിച്ച് ഒരേക്കറിൽ നിന്ന് 100 മുതൽ 150 കെട്ട് വരെ വൈക്കോൽ ലഭിക്കുന്നുണ്ട്. പല കർഷകരും വൈക്കോൽ സൗജന്യമായാണ് വിട്ടുകൊടുക്കുന്നത്. വാഹനം നേരിട്ടെത്തിച്ചേരാൻ സൗകര്യമുള്ള ചില ഭാഗങ്ങളിൽ ഒരേക്കറിലെ വൈക്കോലിന് 500 രൂപ വരെ കർഷകന് നൽകിയും ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.